തികച്ചും ഐക്യജനാധിപത്യ മുന്നണിക്കും അതുപോലെ ഇന്ത്യ ബ്ലോക്കിനും എടുക്കുന്ന നിലപാടുകൾക്കനുസൃതമായിട്ട് തന്നെയായിരിക്കും. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ എന്താണെങ്കിലും പാർലമെന്റിൽ ബില്ല് ചർച്ചയ്ക്ക് വരും, അതിനെ നമുക്കാർക്കും തടയാൻ പറ്റില്ല. അപ്പോൾ ആ ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാവർക്കും നല്ലതാണ്. കാരണം ഇന്ന് ഈ രാജ്യത്ത് മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഒട്ടേറെ ആരാധനാലയം, ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. ഇപ്പോൾ മുസ്ലിം ദേവാലയങ്ങൾക്കെതിരെയൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം, യു.പിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങൾ നിരന്തരം എന്നുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് അതിലൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അതിലൊരു ഭിന്നതയോ വേർതിരിവോ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതിനുതകുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇത് ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുനമ്പത്ത് ഇതുപോലൊരു തർക്കം വന്ന സാഹചര്യത്തിലാണല്ലോ നമ്മളിതൊക്കെ ശ്രദ്ധിക്കുന്നതും അറിയുന്നതും. അപ്പം അതുകൊണ്ട് ഭാവിയിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അങ്ങനൊരു വ്യവസ്ഥയോടുകൂടി ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മറിച്ചുള്ള ഒരു പ്രചരണത്തിന് യാതൊരു അടിസ്ഥാനമില്ല. ഞാൻ എങ്ങനെയാണ് ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെയോ അല്ലെങ്കിൽ അതിൻ്റെ നയത്തെയോ എങ്ങനെയാണ് ഞാൻ പിന്തുണയ്ക്കുക? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. ഇപ്പോൾ താങ്കളുടെ വാക്കുകളെ വലിയ രീതിയിൽ അടർത്തി ബി.ജെ.പിയും അതുപോലെ കാസ പോലുള്ള തീവ്ര സംഘടനകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കും. അല്ല, അതിനിപ്പോൾ ഇത് പറഞ്ഞാലുള്ള കാര്യം വ്യക്തമാക്കുമ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ബി.ജെ.പിയോ കാസയോ ഒന്നും പറയുന്നതല്ലല്ലോ പ്രശ്നം. അവർക്കിപ്പോൾ എന്തും പറയാം, ആർക്കും ഇവിടെ എന്തും പറയാം. നമ്മളെടുക്കുന്ന നിലപാടാണ് പ്രശ്നം. എൻ്റെ നിലപാട് കഴിഞ്ഞ കാലങ്ങളിലാണെങ്കിലും ഇനി മുന്നോട്ടാണെങ്കിലും ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് തുല്യനീതി ഉറപ്പാക്കണമെന്നും ഉള്ള നിലപാട് ഞാൻ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളൂ. അതിനിപ്പോൾ കാസയോ അല്ലെങ്കിൽ ബി.ജെ.പിയോ ആരെങ്കിലും അതിനോട് സപ്പോർട്ട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ നിലപാടാകാം. പക്ഷെ എൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും നിലപാട് വളരെ വ്യക്തമാണ്. ഞാനിങ്ങനെ അങ്ങനൊരു ചിന്തയോടുകൂടി ഒരിക്കലും ഞാനത് പറഞ്ഞ ആളല്ല. ഞാൻ സാന്ദർഭികമായി അവിടുത്തെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ അറിയാമല്ലോ, അവിടെ എല്ലാവർക്കും ഒരു കേസുണ്ട്. ആരും ഒരു വ്യക്തതയോടെ കാര്യങ്ങൾ പറയുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഒരു വ്യക്തതയില്ലാതെ പറയുന്നു. വ്യക്തതയ്ക്ക് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവിടെ എല്ലാവരും വ്യക്തതയോടെ വേണം. ബഹുമാനപ്പെട്ട തങ്ങളും, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, മറ്റ് കോൺഗ്രസിൻ്റെ മിക്കവാറും എല്ലാ സീനിയർ നേതാക്കന്മാർ, മറ്റു വിവിധ കക്ഷികളുടെ നേതാക്കന്മാർ, ഞങ്ങൾ തന്നെ അവിടെ പോയിരുന്നു, ജോസഫ് സാറ്, ഇവരൊക്കെ സംസാരിച്ചപ്പോൾ കൃത്യമായി വ്യക്തതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അവർക്ക് പിന്തുണയുണ്ടെന്നും അവർ സംരക്ഷിക്കപ്പെടണമെന്നുള്ള നിലപാട് തന്നെയാണ്. പക്ഷെ ഭാവിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ഒരു എന്താണല്ലോ ഈ നിയമം ചർച്ചയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ, ഈ രണ്ട് പോയിന്റ് കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പാർട്ടിയുടെ നിലപാടും താങ്കൾ പറഞ്ഞ നിലപാടും പി.ജെയുടെ പിന്തുണ ഉണ്ട് എന്ന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. പാർട്ടിയിൽ നിന്ന് പിന്തുണ ഇല്ലായിരിക്കേണ്ട കാര്യം പാർട്ടിക്ക് വ്യത്യസ്തമായ നിലപാട്. അതായത് നമ്മളീ പറഞ്ഞതിൽ എന്താണ്, നമ്മൾ വേറെ ആർക്കും എതിരല്ലല്ലോ പറയുന്നത്. നമ്മൾ പറഞ്ഞത് എന്താണ്, ന്യൂനപക്ഷങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഒരു അകൽച്ച പാടില്ല. ആ അകൽച്ച ഇല്ലാതിരിക്കേണ്ട ഒരു ഘട്ടമാണ് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ. അതിൽ ഇങ്ങനെയുള്ള ചില അവ്യക്തതകൾ നിലനിൽക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആ അവ്യക്തത മാറ്റണം എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പോൾ പാർട്ടിക്ക് വ്യത്യസ്തമായ നിലപാടുണ്ടാവേണ്ട യാതൊരു കാര്യമില്ലല്ലോ. പ്രസംഗത്തെ വിമർശിക്കുന്ന മുസ്ലിം സംഘടനകളൊക്കെ പറയുന്ന വഖഫ് നിയമവും അതോടൊപ്പം തന്നെ മുനമ്പം വിഷയവും രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ്. അപ്പോൾ ഈ അവിടെ നടത്തിയൊരു പ്രസംഗത്തിലൊരു ജാഗ്രത കുറവ് ഉണ്ടായെന്ന് ഇപ്പോൾ കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. നമ്മളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ബേസിക് അടിസ്ഥാന വിഷയം എന്താണ്? വഖഫ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ മുനമ്പം വിഷയം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കണക്റ്റഡ് തന്നെയാണ്. അത് രണ്ട് വിഷയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭാവിയിൽ വഖഫ് നിയമത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ലത് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു വ്യക്തത വരുത്തുന്നതാണ്. ആ വ്യക്തതയുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ ഞാൻ ആരെങ്കിലും അധിക്ഷേപിക്കുകയോ എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ അങ്ങനെ ഒന്നും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു സമുദായത്തിന് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ അധിക്ഷേപിച്ചവരൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞത് അതിപ്പോൾ ഏത് സംഘടനയാണെങ്കിലും, വഖഫ് എന്നല്ല, ഏത് വിഭാഗത്തിൻ്റെ സംഘടനയാണെങ്കിലും, ഇപ്പോൾ ദേവസ്വം ബോർഡാണെങ്കിലും ഏതെങ്കിലും ക്രൈസ്തവ സംഘടനയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ പൊതു നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് സുതാര്യമായി ആർക്കും ഒരു ആക്ഷേപത്തിന് ഇട കൊടുക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യണം. അത് പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുടെ കാര്യമില്ല. അങ്ങനെ ഒരു പ്രചരണം ഇപ്പോൾ മറ്റുള്ളവർ നടത്തുന്നത് നിർഭാഗ്യകരമാണ്. ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരങ്ങനെ പ്രചരിപ്പിച്ചുകൊള്ളട്ടെ. നമ്മൾ എന്ത് പറയും, എന്ത് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണാമല്ലോ. ഇതാണ് വസ്തുത. ബില്ലിനെ പിന്തുണയ്ക്കില്ല എന്ന് മലക്കം അറിയുകയാണ്
ഫ്രാൻസിസ് ജോർജ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഈ വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം മലക്കം പറയുന്നു. ബില്ലിനെ പിന്തുണയ്ക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ അത്തരത്തിലൊരു ചർച്ചയിലേക്കും വിവാദത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയതുകൊണ്ട് മാറ്റി പറയേണ്ട സാഹചര്യം ഫ്രാൻസിസ് ജോർജ് ഉണ്ടായിട്ടുണ്ടാകും. സ്വാഭാവികമാണ്. ഇപ്പോൾ പറയുന്നു ബി.ജെ.പിയുടെ ആ ബില്ലിനെ ഇല്ലെങ്കിൽ ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന നിലപാടെടുക്കില്ല, ബില്ലിനെ പിന്തുണയ്ക്കില്ല എന്ന മലക്കം പറച്ചിൽ നടത്തുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് ഫ്രാൻസിസ് ജോർജ് എം.പി. റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചു കിട്ടാൻ മുനമ്പത്തെ ജനങ്ങൾ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്ന ഈ റിലേ നിരാഹാര സത്യാഗ്രഹ സമരത്തിലായിരുന്നു അദ്ദേഹം ഇന്നലെ. അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നത്. അന്ന് കേന്ദ്രത്തിൽ പാർലമെന്റിൽ ബില്ല് വരുമ്പോൾ അതിനെ അനുകൂലിക്കും എന്ന തരത്തിലായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെ നടത്തിയത്. എന്നാൽ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ്. അതിൽ കൃത്യമായ ഇല്ലെങ്കിൽ വ്യക്തമായ ഒരു കാര്യം ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്, പ്രസംഗം നടത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. തെറ്റായ രീതിയിലല്ല താൻ അതിനെ സമീപിച്ചത്, ആ നിയമത്തിൽ വ്യക്തത വരുത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നടന്ന പ്രചാരണം ഇല്ലെങ്കിൽ ഇന്നലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരണം നിർഭാഗ്യകരം എന്നാണ് പറയുന്നത്. കേന്ദ്ര വഖഫ് നിയമത്തെ പാർലമെന്റിൽ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ ഫ്രാൻസിസ് ജോർജ് ആണ് ഇപ്പോൾ പിന്തുണയ്ക്കില്ല എന്ന് മലക്കം പറഞ്ഞിരിക്കുന്നത്. വഖഫ് ട്രൈബ്യൂണലിന് അപ്പുറത്തേക്ക് മറ്റൊരു നിയമ സംവിധാനത്തിൽ ഈ വഖഫ് ഭൂമികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി നടപടികളിലേക്കുള്ള ഒരു സാധ്യത തേടണം. അത്തരമൊരു വ്യവസ്ഥ ഉണ്ടാവണം, അത്തരമൊരു സാധ്യത വ്യക്തമാക്കണമെന്നതാണ് അദ്ദേഹം പ്രധാനമായും പറയുന്നത്. കൂടാതെ ഈ ബി.ജെ.പി പറയുന്നത് പോലെ ഇതര മതസ്ഥരെയൊക്കെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നുള്ള നിലപാടിനോടൊന്നും താൻ യോജിക്കുന്നില്ല. അവിടെ എത്തിയ UDF നേതാക്കൾ പറഞ്ഞ അതേ നിലപാടാണ് താൻ പറഞ്ഞത്. എല്ലാ വിഭാഗവും പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ഒരുമിച്ച് നിൽക്കണം. അത്തരത്തിൽ അവർക്ക് ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഇടയാക്കുന്ന ഇത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളിലടക്കം ഒരു വ്യക്തത വരുത്തണമെന്നുള്ള കാര്യം മാത്രമാണ് പ്രസംഗ മധ്യേ താൻ ചൂണ്ടിക്കാണിച്ചത്. അത് തനിക്കെതിരെ വലിയ രീതിയിൽ എതിർ ശക്തികൾ പ്രത്യേകിച്ച് ബി.ജെ.പിയും അതോടൊപ്പം മറ്റ് എതിർപ്പാളയത്തിലുള്ള പാർട്ടികളും അടക്കം ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് കാസ പോലുള്ള തീവ്ര സംഘടനകൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നു. അതിനെയൊക്കെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഫ്രാൻസിസ് ജോർജ്. താൻ പറഞ്ഞ കാര്യങ്ങളിൽ താൻ വ്യക്തത വരുത്തുകയാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുമോ എന്നല്ല താൻ പറഞ്ഞത്. ഈ വഖഫ് ഭൂമികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രൈബ്യൂണലിനപ്പുറത്തേക്ക് മറ്റൊരു നിയമ സാധ്യത അല്ലെങ്കിൽ ഒരു ഫോറം, കോടതി പോലുള്ള വ്യവസ്ഥതയിലേക്ക് കാര്യങ്ങൾ എത്തി അവിടെ അപ്പീൽ പോകുന്നതിനും അത്തരം തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കുന്നതിനുമുള്ളൊരു സാധ്യത ഉണ്ടാകണം. അതിനുള്ളൊരു സാധ്യത തെളിയിക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് താൻ മുന്നോട്ട് വെച്ചത്. ഒരു വിഭാഗത്തെയും തമ്മിലടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കുകയോ ചെയ്യുന്ന ആളല്ല താൻ, അല്ലെങ്കിൽ അത്തരം ഒരു ജനപ്രതിനിധിയല്ല. UDF-ന്റെയും പ്രത്യേകിച്ച് ലീഗിന്റെയും അതോടൊപ്പം മറ്റ് ഐക്യജനാധിപത്യ മുന്നണിയുടെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ പൊതു നിലപാട് തന്നെയാണ് തനിക്കുള്ളതെന്നും തന്നെ വലിയ രീതിയിൽ ഈ വിഷയത്തിൽ എതിർ പാളയത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ബി.ജെ.പിയുടെ നാവായി തന്നെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എതിർ പാളയത്തിലുള്ള ആളുകൾ തന്നെയാണ് എന്നും ഫ്രാൻസിസ് ജോർജ് ആരോപിക്കുന്നു.